സ്വാഗതം. സകലമാന കേരളത്തിലേക്ക് പ്രധാന വാർത്തകൾ. പട്ടാപ്പകലും കാട്ടാനയെ പേടിച്ച് നിലമ്പൂർ പോത്തുകല്ലിലെ കുടുംബങ്ങൾ. അപ്പൻകാപ്പ് നഗറിലെ 123 വീട്ടുകാരെ ആശങ്കയിലാക്കി ആനയിറങ്ങിയത് നട്ടുച്ചയ്ക്ക്. ഒന്നും ചെയ്യാതെ അനങ്ങാതെ വനം വകുപ്പ്. മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. വന്യജീവി ആക്രമണത്തിനെതിരെ കർമ്മ പദ്ധതിയുമായി വീണ്ടും വനം വകുപ്പ്. 10 മിഷനുകൾ രൂപീകരിച്ചു. എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ആനത്താരകങ്ങൾ നിർമ്മിക്കാൻ പദ്ധതി. കുറ്റിച്ചിറയിൽ തടിമില്ലിൽ തീപിടുത്തം. ഫർണിച്ചറും ഉപകരണങ്ങളും കത്തിനശിച്ചു. ഉണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. അപകടക്കെണിയായി ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാത. ഇടിഞ്ഞ ഭാഗത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നു. സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. കരുനാഗപ്പള്ളിയിൽ MDMA പിടികൂടി. വീടിന്റെ അലമാരയിൽ നിന്ന് പിടിച്ചെടുത്തത് 5.5 ഗ്രാമോളം. തൊടിയൂർ സ്വദേശി നജീർ അറസ്റ്റിൽ. വിശദമായി നോക്കാം. പട്ടാപ്പകൽ കാട്ടാനയുടെ പരാക്രമത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് മലപ്പുറം നിലമ്പൂർ പോത്തുകല്ല് അപ്പൻകാപ്പ് നഗറിലെ 123 കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഇവിടെ കാട്ടാന ഇറങ്ങിയത്. ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അതിലെ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ്. ഒരു വലിയ എന്താ പറയാ, അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ. ഇവരുടെ വാക്കുകളിലെല്ലാം ഉണ്ട്. പട്ടാപ്പകൽ പോലും കാട്ടാന ഇറങ്ങുന്ന ഈ ഇടത്ത് ഇനി എങ്ങനെ സുരക്ഷിതമായി നിൽക്കും? എങ്ങനെ പുറത്തിറങ്ങും? ഇനി കുട്ടികളെ എങ്ങനെ അംഗനവാടിയിലാക്കും? ആശങ്ക ഉയർത്തുന്ന ചോദ്യങ്ങൾ. പ്രദേശത്തെ അംഗനവാടി മുറ്റത്തേക്കാണ് മോഴയാന ഭീതി പരത്തി പാഞ്ഞെത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ കാട്ടാനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആനയെ കണ്ട എല്ലാവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. മിറ്റടിച്ച് നിന്നപ്പോ പിന്നെ കുറെ കഴിഞ്ഞപ്പോ അതൊക്കെ അടിച്ചു കയറി കഴിഞ്ഞപ്പോ ആന വന്നാണ്ട് നോക്കി നിൽക്കണം. അതിൽ ഞാനും കുറെ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ ടീച്ചറേയും കുട്ടികളൊക്കെ അകത്തുനിന്ന് കൂട്ടിക്കൊടുന്നു. കുട്ടികളൊക്കെ അകത്ത് തന്നെയാണ്. അങ്ങനെ ഉണ്ടായത്. പിന്നെ എല്ലാരും പേടിച്ചിന്ന് കുറെ നേരം വിറച്ചിക്കണം. പിന്നെ കുറെ കഴിഞ്ഞപ്പോ സമാധാനമായി ആന പോയപ്പോ. രാവിലെ മുതൽ തന്നെ ആനയെ ചിലർ വനാതിർത്തിയിൽ കണ്ടിരുന്നതായി പറയുന്നുണ്ട്. നീർപ്പുഴയ്ക്ക് ഇരുവശങ്ങളിലായുള്ള ആദിവാസി വീടുകൾക്കിടയിലൂടെയായിരുന്നു ആനയുടെ വരവ്. 123 കുടുംബങ്ങളാണ് ഈ നഗറിൽ താമസിക്കുന്നത്. ആളുകളെത്തി ബഹളം വെച്ചും പാട്ടകൊട്ടിയും 1 മണിക്കൂറോളം പണിപ്പെട്ടാണ് ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. വലിയൊരു ഭീഷണി നേരിടുകയാണ്. കാരണം ചുറ്റുഭാഗം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇല്ല എങ്കിൽ ഈ ട്രൈബൽ നഗറിലെ ആളുകൾ അത്ര ഭീതിയിലാണ് കഴിയുന്നത്. കാരണം ഒരു അപകട സാഹചര്യത്തിലുള്ള ഒരു ആനയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോളനി ഈ നഗറിലെ മുതിർന്ന ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഈ ചക്കയൊക്കെ ഉണ്ടായ സമയമാണ്. ഈ സമയത്തൊക്കെ ആന അവരെ ഇതിന്റെ ഒരു സ്മെല്ലൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവര് ഏത് സമയം ഇനി വരാനായിട്ട് സാധ്യതയുണ്ട്. ആന ഉൾക്കാട്ടിലേക്ക് തിരിച്ചു പോകാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീണ്ടും എത്തിയേക്കാം എന്ന ആശങ്കയും ഇവർക്കുണ്ട്. വനപാലകർ സാഹചര്യങ്ങൾ ഗൗരവത്തിൽ കണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി മൂന്നാർ ഉദുമൽപേട്ട റോഡിൽ പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരിക്ക്. മറയൂരിലേക്ക് ഇരുചക്രവാഹനത്തിൽ മകനോടൊപ്പം സഞ്ചരിക്കുമ്പോഴായിരുന്നു ആക്രമണം. വഴിയിൽ ആനയെ കണ്ട ഇവർ വാഹനം നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഡിൽജയെ പടയപ്പ എടുത്തെറിയുകയായിരുന്നു. പടയപ്പ ലോറി തടയുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. തലയാർ എസ്റ്റേറ്റ് മേഖലയിലാണ് നിലവിൽ കാട്ടാനയുള്ളത്. വന്യജീവി ആക്രമണത്തെ തടയാനായി കർമ്മ പദ്ധതിയുമായി വീണ്ടും വനംവകുപ്പ്. ഇതിനായി വനംവകുപ്പ് 10 മിഷനുകൾ രൂപീകരിച്ചു. എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ആനത്താരകങ്ങൾ നിർമ്മിക്കാനും വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ നിരീക്ഷിക്കുവാനും കർമ്മ പദ്ധതിയിൽ തീരുമാനമായി. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. സംസ്ഥാനത്ത് വന്യജീവി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകുന്നതിന് യോഗം തീരുമാനിച്ചു. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്കിരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് ക്ലിയറൻസ് നടത്തുന്നതിന് നിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും വനത്തിനടുത്ത് താമസിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച്
ബോധവൽക്കരണം നടത്തുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു. ജനവാസ മേഖലകൾക്കരികിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് പ്രവർത്തിച്ചുവരുന്ന 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിന് SDMAക്ക് സമർപ്പിച്ച പ്രപ്പോസലിന്മേൽ അടിയന്തരമായി തുടർ നടപടി ത്വരിതപ്പെടുത്തും. വനങ്ങളിലൂടെ കടന്നുപോകുന്ന പാതകളിൽ രാത്രിയാത്ര നടത്തുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകും. കൂടാതെ 10 മിഷനുകൾക്കും യോഗം തീരുമാനിച്ചു. കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ മന്ത്രിയുടെ രാജി ആവശ്യമടക്കം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് അതിർത്തി പ്രദേശങ്ങളിൽ കടുവയെയും പുലിയെയും വെടിവെച്ചു കൊന്നാൽ ഇനാം കിട്ടുന്നൊരു കാലമുണ്ടായിരുന്നു. പുലിയെയും കടുവയെയും വെടിവെച്ചു കൊന്നാൽ 30 രൂപ വീതം ഇനാം പ്രഖ്യാപിച്ച 1866 ബ്രിട്ടീഷ് അധികാരികളുടെ ഉത്തരവ് മൈസൂർ പുരാരേഖ മ്യൂസിയത്തിലുണ്ട്. പാണത്തൂർ, ആദൂർ, കാറടുക്ക, റാണിപുരം, എള്ളുകൊച്ചി കർണാടകയോട് അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകൾ. ഇവിടെ ഇപ്പോൾ മാത്രമല്ല 2 നൂറ്റാണ്ട് മുമ്പും വന്യമൃഗശല്യം രൂക്ഷമായിരുന്നു. മൈസൂർ പുരാരേഖ മ്യൂസിയത്തിലുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തെ രേഖകളാണ് തെളിവ്. 1866 കടുവകളെയും പുലികളെയും വെടിവെച്ചു കൊല്ലാൻ 30 രൂപ റിവാർഡ് പ്രഖ്യാപിച്ച് പോലീസിന് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് ഇന്നും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സൗത്ത് കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കിൽ കടുവകളുടെ ആക്രമണം ആ കാലത്ത് തന്നെ ഭയാനകമായിരുന്നുവെന്നും ഈ രേഖകൾ വ്യക്തമാക്കുന്നു. സൗത്ത് കാനറ ഗസറ്റിൽ 1866 ജനുവരി 6 ഇറങ്ങിയ വോളിയം 2 കടുവകളെ പിടികൂടാൻ ഇനാം പ്രഖ്യാപിച്ച രേഖകളുള്ളത്. മെയ് 12 ഇറങ്ങിയ വോളിയം 9 കടുവകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടി പോലീസ് അധികാരികൾക്ക് നൽകിയ ഉത്തരവും കാണാം. സൗത്ത് കാനറ ഗസറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വോളിയം 2 വോളിയം 9 പരാമർശിക്കപ്പെടുന്നത് നിരവധി പേര് പുലിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്നും അതുകൊണ്ട് തന്നെയാണ് വോളിയം 2 പ്രകാരം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിറക്കുകയുണ്ടായി. പുലിയെ പിടിക്കുന്നവർക്ക് 30 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട്. തുടർന്ന് വീണ്ടും അറ്റാക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം വീണ്ടും ഗവൺമെൻറ് ഉത്തരവിറക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ പുലിയുടെ ആക്രമണങ്ങൾ. അതിർത്തി ഗ്രാമങ്ങളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു ജനത അപ്പാടെ പലായനം ചെയ്യേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൌത്യം നാളെ ആരംഭിക്കും. ഡോക്ടർ അരുൺ സക്കറിയ നാളെ രാവിലെ അതിരപ്പള്ളിയിലെത്തും. ആനയെ വേഗത്തിൽ പിടികൂടി ചികിത്സ നടപ്പാക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വെറ്റിലപ്പാറ 15 നിലയുറപ്പിച്ചിരുന്ന ആന വാടാമുറിയിലേക്ക് നീങ്ങി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 3ാം ബ്ലോക്ക് കടന്നാണ് വാടാമുറിയിലേക്ക് ആന നീങ്ങിയത്. അതിരപ്പള്ളിയിൽ കാട്ടാനക്കുട്ടിയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കാലടി പ്ലാന്റേഷനിലെ 15 ബ്ലോക്കിലാണ് ആനക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ MDMA പിടികൂടി. വീടിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5 ഗ്രാം MDMA ആണ് പിടികൂടിയത്. തൊടിയൂർ സ്വദേശി നജീം അറസ്റ്റിലായി. രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് സംഘവും കരുനാഗപ്പള്ളി പോലീസും നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി യുവാവിനെ പിടികൂടിയത്. കൊല്ലം കുറ്റിച്ചിറയിൽ തടിമില്ലിൽ തീപിടുത്തം. പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫർണിച്ചറും ഉപകരണങ്ങളും കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി ഉടമ അറിയിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് എത്തി തീയണച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന റിസോർട്ട് വർക്കല നഗരസഭ പൂട്ടി സീൽ ചെയ്തു. വർക്കല സൗത്ത് ക്ലിഫിലെ റിസോർട്ടാണ് നഗരസഭ അധികൃതർ സീൽ ചെയ്തത്. കെട്ടിട നിർമ്മാണ വേളയിൽ പലതവണ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചെന്ന് കാട്ടിയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. എന്നാൽ അത് വകവയ്ക്കാതെയായിരുന്നു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പരിസ്ഥിതി ലോല പ്രദേശമായ ക്ലിഫ് കുന്നുകൾക്കരികിലായി അപകടകരമായി വലിയ നീന്തൽക്കുളം നിർമ്മിക്കുകയും ചെയ്തു.
നീന്തൽക്കുളത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുന്നതിനും കുഴി മൂടുന്നതിനുമായുള്ള നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് മറികടന്ന് നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. നഗരസഭ കൌൺസിൽ കൂടി ഈ റിസോർട്ടിന്റെ പ്രവർത്തനാനുമതി തടഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു. പക്ഷേ പ്രവർത്തനാനുമതി നിഷേധിച്ച നഗരസഭയുടെ നോട്ടീസ് വകവയ്ക്കാതെയാണ് റിസോർട്ട് ഇതുവരെ പ്രവർത്തിച്ചത്. തുടർന്നാണ് നഗരസഭാ അധികൃതർ വർക്കല പോലീസിന്റെ സഹായത്തോടെ കടുത്ത നടപടിയുമായി റിസോർട്ടിലെത്തിയത്. എല്ലാ റൂമുകളും കോട്ടേജുകളും ഓഫീസ് മന്ദിരവും റെസ്റ്റോറന്റും പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലെ ഇടിഞ്ഞ ഭാഗത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നു. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡ് ബലപ്പെടുത്തണമെന്നാണ് ആവശ്യം. റോഡിന്റെ ഒരു ഭാഗത്ത് അഗാധമായ കൊക്കയാണ്. ഇവിടത്തെ കൽക്കെട്ടാണ് ഇടിഞ്ഞുപോയത്. കഴിഞ്ഞ വർഷത്തെ കനത്ത മഴയിൽ റോഡിന്റെ വശം ഇടിയുകയായിരുന്നു. മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള അന്തർ സംസ്ഥാന ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നത്. കൊടും വളവിനോട് ചേർന്ന് കൽക്കെട്ട് ഇടിഞ്ഞത് അപകട സാധ്യത കൂട്ടുന്നു. 6 മാസമായിട്ട് ഇത് ഇടിഞ്ഞ് കിടക്കുക. റോഡിലെ ഹെവി വണ്ടികൾ വന്ന് നിരന്തരം കയറി വരുന്ന, അവിടുന്ന് ട്രെയിനിങ് ആയതുകൊണ്ട് കയറി വന്ന് കഴിയുമ്പോൾ അറിയുള്ളൂ. കയറി ഫ്രണ്ട് വന്ന് കയറി കഴിഞ്ഞാൽ തട്ടിപ്പോവും. ഇത്ര 600 അടി താഴ്ചയുണ്ട്. ഇത് ട്രാൻസ്പോർട്ട് ബസ് എല്ലാമേ ഇതിൽ കയറി വരുന്ന സ്ഥലമാണ്. അതായത് നടപടി എടുത്തില്ലെങ്കിൽ ഇത് വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നടപടി എടുക്കാൻ വേണ്ടിയായിരിക്കും പ്ലാൻ. ഇടിഞ്ഞുപോയ ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ടാണ് താൽക്കാലിക സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. മഴക്കാലത്ത് വെള്ളമിറങ്ങിയാൽ റോഡിന്റെ ഈ ഭാഗം കൂടുതൽ ദുർബലമാകും. അടുത്ത മഴക്കാലത്തിന് മുൻപ് റോഡ് സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. ഏറെ സമരങ്ങൾ നടത്തി ഗതാഗത യോഗ്യമാക്കിയ റോഡ് പണി മുഴുവൻ തീരും മുൻപേ കുത്തിപ്പൊളിക്കുന്നത് ഏതു നാട്ടുകാർക്കാണ് സഹിക്കുക? മലപ്പുറം പെരിന്തൽമണ്ണ കുളത്തൂർ വളാഞ്ചേരി റോഡിൽ കുളത്തൂർ മുതൽ വളാഞ്ചേരി വരെയാണ് റോഡിന്റെ ഒരു വശത്ത് ഭൂഗർഭ ലൈൻ സ്ഥാപിക്കുന്നതിന് ഭാഗമായി KCB കുഴിയെടുക്കുന്നത്. ഒട്ടേറെ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചരിത്രമുണ്ട് ഈ റോഡ് ഇങ്ങനെ ഗതാഗത യോഗ്യമായതിന് പിന്നിൽ. റോഡ് പണി മുഴുവൻ തീരും മുൻപേ ഒരു വശത്ത് പൊളിക്കാൻ തുടങ്ങി. മാലാപ്പറമ്പ് സബ്സ്റ്റേഷനിൽ നിന്നും പൂക്കാട്ടിരിയിലേക്ക് ഭൂഗർഭ വൈദ്യുതി ലൈൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് റോഡിന്റെ ഒരു വശം കുഴിച്ചിരിക്കുന്നത്. റോഡിലെ ടാറിംഗ് ഉണങ്ങും മുൻപേ കുത്തിപ്പൊളിക്കൽ തുടങ്ങുന്നത് കണ്ടതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു. 2 മാസമായി തുടങ്ങിയിട്ട് ഇത് പണി പൂർത്തിയായിട്ടില്ല. ഇത് ഫസ്റ്റ് കോട്ട് ഇട്ടിട്ടുള്ളൂ. ഈ ഫസ്റ്റ് കോട്ട് ഇട്ട് പിന്നെ ഇവിടെ വെങ്ങാടി ഗോകുളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അവർ അതിൻ്റെ പിറ്റേന്ന് ഇവർ വന്നിട്ട് KCBക്കാർ വന്നിട്ട് ഇത് റോഡ് ഡാർപ്പണി കഴിഞ്ഞ ഭാഗത്ത് കംപ്ലീറ്റ് കുഴിതു തുടങ്ങി. വാട്ടർ അതോറിറ്റി അതിനെ വിളിച്ച് ബന്ധപ്പെട്ട് എല്ലാവരും വന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ പണി കഴിഞ്ഞ ഉടനെ ശരിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്ന് ശരിയാക്കുമെന്ന് അവരോട് ചോദിച്ചു നോക്കുമ്പോൾ അത് അവർക്ക് പറയാൻ തയ്യാറില്ല. റോഡ് കുഴിച്ചതുകൊണ്ട് അപകടങ്ങളും പതിവായെന്നും ഇവർ പറയുന്നു. അവിടെ ഒരു ഫാമിലി വണ്ടിയായിട്ട് വരുമ്പോൾ ഈ മണ്ണുണ്ടല്ലോ, അവിടെ മണ്ണ് ഇതാക്കിയിട്ടുണ്ട്. ആ മണ്ണിൻ്റെ അവിടെ ബ്ലോക്ക് ആയിട്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഈ വളവായ കാരണം ആ വണ്ടി വളഞ്ഞ് ഇങ്ങോട്ട് ഒടിഞ്ഞു വന്നോട് കൂടിയിട്ട് ബൈക്കാരനും ഫാമിലിയും പാടെ അവിടെ വീണു. ഞാനൊക്കെ രാത്രി വെജിറ്റബിൾ ഷോപ്പ് പോണാണ്. എവിടെയാണ് ഇത് രാത്രി കാലത്ത് എവിടെ പൊളിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പല അപകടം പറ്റിയാലും അധികാരികളൊന്നും ശ്രദ്ധിക്കണില്ല. ഇതിനിടെ കുഴിയെടുത്തപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിന്റെ പ്രതിസന്ധി വേറെയുമുണ്ട്. ഈ പ്രവൃത്തി കാരണം ഇവിടെയുള്ള ജനങ്ങളെ കുടിവെള്ളം മുട്ടിക്കണം. പൈപ്പ് പൊട്ടിയിട്ട് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് ഞങ്ങൾ അവരെ ഉപരോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ആദ്യം കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയത് ആ പൈപ്പ് ശരിയാക്കി, എന്നിട്ട് നിങ്ങൾ പണിയെടുത്തോളിയാണ്. അതിനും അവർക്ക് വേണ്ടിയില്ല. എന്നാൽ KCBക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ മറ്റു വഴികളൊന്നുമില്ല. ഭൂഗർഭ വൈദ്യുതി ലൈനിന് വേണ്ടി റോഡിൽ കുഴിയെടുക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചിരുന്നു. ടാറിംഗ് ഒരു 10 ദിവസം കൂടി കാത്തിരുന്നെങ്കിൽ ഈ പണി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. റോഡ് പഴയ പോലെ ആക്കുന്നതിന് 57 ലക്ഷം രൂപ ഇതിനകം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും KCB അധികൃതർ വ്യക്തമാക്കി. എല്ലാം ചട്ടപ്രകാരമാണെങ്കിലും കുഴിയടച്ചതിനു ശേഷമുള്ള അറ്റകുറ്റപ്പണി കൃത്യമായി സമയബന്ധിതമായി നടക്കുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. ഏറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് സ്റ്റേറ്റ് ഹൈവേ 73-ലെ കുളത്തൂർ മുതൽ വളാഞ്ചേരി വരെയുള്ള ഭാഗം റീടാറിംഗ് നടത്തിയത്. എന്നാൽ റോട്ടിലെ ടാർ ഉണങ്ങും മുൻപ് ഇവിടെ ഒരു വശം കുത്തിപ്പൊളിച്ച് KCBയുടെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ ഇത് മാത്രമാണ് വഴിയെന്നാണ് KCB പറയുന്നത്. റോഡും വേണം, നല്ല വോൾട്ടേജും വേണം. പക്ഷേ ഇവിടെ വേണ്ടത്, അനിവാര്യമായിട്ട് വേണ്ടത് വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകോപനമാണ്, ഒരൈക്യമാണ്. അതുണ്ടായിരുന്നെങ്കിൽ റോഡ് പണി കഴിഞ്ഞ പാടെ ഇത്തരത്തിലുള്ള കുത്തിപ്പൊളിക്കലുകൾ ഉണ്ടാകുമായിരുന്നില്ല. റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജോലികളെല്ലാം തന്നെ തീർക്കാമായിരുന്നു. ഇവിടെ നഷ്ടമാകുന്നത് ജനങ്ങളുടെ നികുതി പണവും കൂടിയാണ്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.
ഭക്തലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകർന്ന് പെരുങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നു. 19 വർഷങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് പുതുക്കൈ മുച്ചിലോട്ട് തിരുമുറ്റത്തേക്ക് തെയ്യക്കോലം എഴുന്നള്ളിയത്. ഐതിഹ്യ പെരുമയിൽ കൈലാസക്കല്ല് വലം ചെയ്ത് ഭുവനേശ്വരിയായ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നു. ചെത്തിപ്പൂമാലകളാൽ അലങ്കരിച്ച തിരുമുടിയും പ്രാക്കൊഴുത്തിന്റെ വർണ്ണശോഭയോടും കൂടിയാണ് ദേവി ഭക്തർക്കിടയിലെത്തിയത്. അയ്യടിത്താളത്തിൽ 9 തവണ ക്ഷേത്രം വലം ചെയ്ത ശേഷം ഭഗവതിയുടെ കോലം പുരാവൃത്ത പെരുമയിൽ മണിക്കിണർ നോക്കി. തുടർന്ന് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് മഞ്ഞൾ കുറിയും നൽകി. ഞങ്ങളുടെ ഏറ്റവും ഒരുപാട് കാലത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് സാധിക്കുക. അതിന് ഈ നാട്ടുകാർ നൽകിയ നിർലോഭമായ സഹകരണം. മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ഈ പുതുക്കൈ മുച്ചിലോട്ട് 2 തമ്പുരാട്ടിമാരുണ്ട്. തമ്പുരാട്ടിയല്ല, 2 തിരുമുടികളുണ്ട്. ഒരേ സമയം 2 തിരുമുടി നേരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി. മുച്ചിലോട്ട് ഭഗവതിയുടെ 2 തെയ്യക്കോലങ്ങൾ ഒരേ സമയം അരങ്ങിലെത്തുന്നത് നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ സവിശേഷതയാണ്. നീണ്ട 19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ശിവനന്ദിനിയായ ഭഗവതിയുടെ തിരുമുടി നിവരൽ 10,000ങ്ങൾക്ക് ദർശന പുണ്യമായി. ന്യൂസ് 18 കാസർഗോഡ്. ഏതുതരം നായ്ക്കളെയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പരിശീലിപ്പിക്കുന്ന ഒരാളുണ്ട് ഇടുക്കിയിൽ. ഇടുക്കി തടിയമ്പാടുള്ള സജി എം കൃഷ്ണനാണ് വ്യത്യസ്തനായ ഈ പരിശീലകൻ. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നായ്ക്കളെ പരിശീലിപ്പിക്കുക എന്നത് കുറച്ച് കഠിനമായ ജോലിയാണ്, പ്രത്യേകിച്ച് മറ്റ് വീടുകളിൽ വളരുന്ന നായ്ക്കളെ. എന്നാൽ എവിടെ വളരുന്നതോ ആകട്ടെ, അവരെ എല്ലാം മെരുക്കാൻ കഴിവുള്ളൊരാൾ ഇടുക്കിയിലുണ്ട്. തടിയമ്പാടുള്ള സജി എം കൃഷ്ണനാണ് ഈ വ്യത്യസ്തനായ പരിശീലകൻ. നായ്ക്കളെ നിമിഷങ്ങൾക്കുള്ളിൽ അനുനയിപ്പിച്ച് കയ്യിലെടുക്കാം. തന്റെ സങ്കേതത്തിലെത്തിച്ചാൽ 30 മുതൽ 45 ദിവസം വരെ പരിശീലിപ്പിക്കും. 2010 മുതലാണ് ഞാൻ ഇതിൽ സജീവമായിട്ട് ട്രെയിനിങ് മേഖലയിലേക്ക് സജീവമായിട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ കുട്ടിക്കാലത്തും ഞാൻ ഡോഗിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കുട്ടിക്കാലം മുതൽ എനിക്ക് ഡോഗിനെ വളരെ ഇഷ്ടമായിരുന്നു. അതാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കാരണം. സാധാരണ നായ്ക്കൾക്ക് വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം വീടുകൾക്ക് കാവൽ ഏർപ്പെടുത്തുന്നതിനും എസ്റ്റേറ്റുകളും തോട്ടങ്ങളുമൊക്കെ നിരീക്ഷിക്കുന്നതിനുമെല്ലാം സജി എം കൃഷ്ണൻ നായ്ക്കളെ പ്രാപ്തരാക്കും. പരിശീലന കാലത്ത് വൈദ്യപരിശോധന ആവശ്യം വന്നാൽ അവയെല്ലാം ഇവിടെ തന്നെ നൽകും. നാടൻ നായ്ക്കൾക്ക് പുറമെ റോട്ട്വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോർ, ഡോബർമാൻ തുടങ്ങി എല്ലാ ഇനത്തിൽപ്പെട്ട നായ്ക്കളും സജിയുടെ ഡോഗ് ട്രെയിനിങ് സെന്ററിലുണ്ട്. ദൂരെ യാത്രകൾ പോകുമ്പോൾ അവർക്ക് അവരുടെ ബന്ധുവീടുകളിൽ സന്ദർശിക്കുമ്പോഴൊക്കെ അവർക്ക് ഈ നായകളെ മറ്റുള്ളവരെ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇത് സംരക്ഷിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും നായകളെ വളർത്താതിരിക്കുന്നത്. അപ്പോൾ നിരവധി നായപ്രേമികളായിട്ടുള്ളവർക്ക് ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഹോസ്റ്റൽ തന്നെ സംവിധാനം ഉണ്ട്. നായകളെ നമ്മളിവിടെ സംരക്ഷിക്കും. ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ ഏൽപ്പിച്ചിട്ട് പോകാം. അങ്ങനെ ഒരു സംവിധാനം കൂടെ നമുക്ക്. ചെറുപ്പം മുതൽ നായ്ക്കളോട് പ്രത്യേക സ്നേഹവും താല്പര്യവും ഉണ്ടായിരുന്ന സജി വിമുക്ത ഭടൻ KP സഞ്ജയിൽ നിന്നാണ് ഇവയെ പരിശീലിപ്പിക്കുന്ന രീതി മനസ്സിലാക്കിയത്. നിരവധി പേർ തടിയമ്പാട് പ്രവർത്തിക്കുന്ന സെക്യൂർ ഡോഗ് ട്രെയിനിങ് സെന്ററിൽ നായ്ക്കളെ പരിശീലിപ്പിക്കാനായി എത്തിക്കുന്നുണ്ട്. വീട്ടുകാർ ദിവസങ്ങളോളം യാത്ര പോകുമ്പോൾ നായ്ക്കളെ സംരക്ഷിക്കുന്നതിനായി ഒരു ഡോഗ് ഹോസ്റ്റൽ തുടങ്ങാനാണ് സജിയുടെ ആലോചന. ന്യൂസ് 18 ഇടുക്കി. ഗുരുവായൂർ നഗരസഭയിലെ പ്രതിപക്ഷ ഉപനേതാവും കൌൺസിലറുമായ KP റഷീദ് പൊതുപ്രവർത്തകൻ മാത്രമല്ല, ഒന്നാന്തരം ഒരു കർഷകൻ കൂടിയാണ്. കൃഷിരംഗത്ത് വൈവിധ്യമാർന്ന വിളകളിറക്കി മാതൃകയാവുകയാണ് ഈ നേതാവ്. കഴിഞ്ഞ വർഷങ്ങളിൽ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവെടുത്ത ശേഷം അടുത്ത വിഷുവിന് കണിവെള്ളരി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷകൻ. ഇതിനായി വയൽ കിളച്ചുമറിച്ച് വെള്ളം നിറച്ച് തടമൊരുക്കി വിത്തിട്ടു. സ്വന്തം പാടത്ത് 50ഓളം സെന്റാണ് വെള്ളരി കൃഷിക്കായി ഒരുക്കിയത്. വിത്തുപാകിയ തടത്തിൽ വെള്ളം നനച്ചും വളമിട്ടും നട്ട് നനച്ച് വളർത്തുകയാണ് ഈ കർഷകൻ. സമീപത്തെ സ്കൂൾ കുട്ടികളും നാട്ടുകാരും ഒപ്പമുണ്ട്. ഏപ്രിൽ 12-ന് വിളവെടുക്കുന്ന രീതിയിലാണ് വിത്തുപാകിയത്. ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി. കഴിഞ്ഞ വർഷങ്ങളിലും റഷീദ് ഇത്തരത്തിൽ കണിവെള്ളരി കൃഷി ചെയ്തിരുന്നു. ഓരോ വർഷവും വലിയ വിളവും നാട്ടുകാരുടെ പിന്തുണയും കിട്ടിയതോടെ കൃഷിയിൽ സജീവമായി. കൂടാതെ സമീപത്തെ ചീരകൃഷിയും നടത്തുന്നുണ്ട്. വരുന്ന വിഷുവിന് എല്ലാവർക്കും ജൈവ വെള്ളരി നൽകുക എന്ന ലക്ഷ്യത്തോടെ 2 മാസക്കാലത്തെ പ്രയത്നം കൊണ്ട് ഗുരുവായൂർ പ്രദേശത്തെ മുഴുവൻ കടകളിലും വീടുകളിലുമൊക്കെ തന്നെ നല്ല വിഷരഹിതമായ
വിഷു വെള്ളരി കണിവെള്ളരി ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവിടെ തടം ഒരുക്കിയിട്ടുള്ളത്. പൊതുപ്രവർത്തനം കഴിഞ്ഞാൽ പാടത്ത് കൃഷിപ്പണിയിലായിരിക്കും ഈ നേതാവ്. രാഷ്ട്രീയ പ്രവർത്തനവും കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോയി ഓരോ മലയാളിക്കും വിഷരഹിത പച്ചക്കറി ഉറപ്പാക്കുകയാണ് റഷീദിന്റെ ലക്ഷ്യം. ന്യൂസ് 18 ഗുരുവായൂർ. വിനോദത്തിനും ആസ്വാദനത്തിനും ഒരു കാലത്ത് മലയാളിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് റേഡിയോകളായിരുന്നു. ഇന്ന് ലോക റേഡിയോ ദിനത്തിൽ 5 പതിറ്റാണ്ടായി റേഡിയോയെ സ്നേഹിക്കുന്ന ഒരാളെ പരിചയപ്പെടാം. ചാവക്കാട് പുതിയറ സ്വദേശി സൈതാലിക്കുട്ടിയുടെ വീട്ടിലാണ് വിവിധ കമ്പനികളുടെ റേഡിയോകളുടെയും ടേപ്പ് റെക്കോർഡിന്റെയും ശേഖരം ഒരുക്കിയിട്ടുള്ളത്. വിനോദത്തിനും വിജ്ഞാനത്തിനും വാർത്തകൾ അറിയുന്നതിനും മലയാളി ആശ്രയിച്ചിരുന്ന ഏറ്റവും ശക്തമായ മാധ്യമമായിരുന്നു റേഡിയോകൾ. പിന്നീട് റേഡിയോകൾ ഉൾപ്പെടുന്ന ടേപ്പ് റെക്കോർഡുകൾ വിപണി കീഴടക്കി. ഓരോ വീട്ടിലും ഓരോ റേഡിയോ അക്കാലത്തുണ്ടായിരുന്നു. റേഡിയോകളില്ലാത്ത ഏരിയകളിൽ പഞ്ചായത്ത് തന്നെ റേഡിയോ ഉച്ചഭാഷിണിയിലൂടെ കേൾപ്പിക്കുന്ന ഒരു സംവിധാനവും നിലനിന്നിരുന്നു. റേഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേഡിയോ വിദേശത്ത് പോകുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കൊണ്ടുവന്നിട്ടുണ്ടാവുക 543 നാഷണൽ പനാസോണിക് സെറ്റാണ്. ആ സെറ്റും ഞാൻ സൂക്ഷിക്കുകയാണ്. ആ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയിലെ മാറി മാറി വരുന്ന എല്ലാ ടേപ്പ് റെക്കോർഡ് റേഡിയോകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. റേഡിയോ ആണ് എനിക്ക് ഏറ്റവും വലിയ കമ്പം. 5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും റേഡിയോയെ സ്നേഹിക്കുന്ന സൈതാലിക്കുട്ടി തനിക്ക് 10 വയസ്സുള്ളപ്പോൾ ബന്ധു വാങ്ങി തന്ന റേഡിയോ ഉൾപ്പെടെ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. അക്കാലത്ത് റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ലൈസൻസ് ഫീ അടച്ചുകൊണ്ടായിരുന്നു റേഡിയോ ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ വാൽവ് റേഡിയോകളും പിന്നീട് അത് ട്രാൻസിസ്റ്ററിലേക്കും മാറി. അതോടെ ചെറിയ സോപ്പ് പെട്ടികൾ പോലുള്ള റേഡിയോകൾ വിപണിയിലിറങ്ങി. ഇതെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാണ്. പുതിയ തലമുറയിൽ റേഡിയോ തിരിച്ചറിയാത്ത യുവതലമുറയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പുതിയ നവമാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം CD ആയിട്ടും ടേപ്പ് റെക്കോർഡിന് ശേഷം പിന്നെ USB മെമ്മറി കാർഡ് തുടങ്ങിയവ വന്നപ്പോൾ ഇതിൽ നിന്ന് പുതിയ തലമുറ പിന്മാറുന്നുണ്ടെന്ന് കുറേശ്ശെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സന്ദർഭത്തിലും റേഡിയോയിലുള്ള കമ്പം ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആസ്വാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു. ടേപ്പ് റെക്കോർഡുകൾ CD-യിലേക്കും ടെലിവിഷനിലേക്കും ഒപ്പം ഫോണിലേക്കും മാറിയതോടെ റേഡിയോയെ പലരും മറന്നു. ന്യൂസ് 18 ഗുരുവായൂർ. 2 വർഷത്തിലധികം സമയമെടുത്ത് സ്വന്തം കൈപ്പടയിൽ ഖുർആൻ എഴുതി തയ്യാറാക്കിയിരിക്കുകയാണ് പത്തനംതിട്ട ചീറ്റാറിലെ അബ്ദുൾ കരീം എന്ന 93-കാരൻ. 600 പേജുകളും 3 കിലോ തൂക്കവുമാണ് കരീം തയ്യാറാക്കിയ ഖുർആനിനുള്ളത്. രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ഖുർആൻ എഴുതിയിട്ടുള്ളവർ അപൂർവമാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين. 3 പതിറ്റാണ്ടോളം അധ്യാപകനായിരുന്ന അബ്ദുൾ കരീം ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും സമയം പാഴാക്കാൻ തയ്യാറായില്ല. നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കായിക മേഖലയിലുമെല്ലാം സജീവമാണ് ഈ 93-കാരൻ. ഇപ്പോൾ ഖുർആൻ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയിരിക്കുന്നു. രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ഖുർആൻ എഴുതിയവർ വിരളമാണ്. യഥാർത്ഥ പതിപ്പിൽ നിന്നും നേരിയ വ്യത്യാസം പോലും തന്റെ കൈയെഴുത്ത് ഖുർആനിൽ ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു അബ്ദുൾ കരീമിന്. എഴുതി പൂർത്തിയാക്കിയ ശേഷം അറബിക് സർവകലാശാല അധ്യാപകരെ കൊണ്ടും മതപണ്ഡിതരെ കൊണ്ടും ഗ്രന്ഥം പൂർണ്ണമായും പരിശോധിപ്പിച്ചു. ഖുർആൻ പൂർത്തിയാക്കിയതിനൊപ്പം യാസീൻ കൈപുസ്തകമായി എഴുതി തയ്യാറാക്കി അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകി. വർഷങ്ങൾ നീണ്ട തന്റെ പരിശ്രമം വിജയമായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കരീം സാർ എന്ന ഈ 93-കാരൻ. ന്യൂസ് 18 പത്തനംതിട്ട. അസാബ് കേരളയുടെ നേതൃത്വത്തിൽ പാലക്കാട് ചാത്തന്നൂർ സ്കിൽ പാർക്കിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ചയാണ് തൊഴിൽമേള. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 15 രാവിലെ 9:30 ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരേണ്ടതാണ്. രജിസ്ട്രേഷൻ സൗജന്യമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമുള്ള പാലത്തിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. പരിക്കേറ്റ കാർ ഡ്രൈവറെ സൺറൈസ് ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് ലോറി ഡ്രൈവർ പറയുന്നത്. രാവിലെ 4:15 അപകടം. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.